ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വി നെക്ക് കുർത്തിയായിട്ട്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു വി നെക്ക് കുർത്തിയാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഫോൾഡ് ചെയ്തൊരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചസ് വീതിയിൽ നമ്മളൊരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെ ഇവിടെ ഈ ഒരു ലെങ്ത് ഞാൻ എടുക്കുന്നത്, എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 29 ഇഞ്ചസ് ആട്ടോ. അപ്പോൾ ആ ഒരു 29-ൽ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, എന്നാൽ ചുമ്മാ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം എന്നോർത്ത് ഞാൻ ചെയ്യുന്ന കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു നെക്കിൽ വരുന്ന കുർത്ത ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2-3 തവണ ഒന്ന് പരീക്ഷിച്ച് നോക്കിയെങ്കിലും അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു വീഡിയോയിലും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് അളവിലോ നമ്മൾ തയ്ക്കുന്നതിലോ ഒന്നുമല്ല, അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എന്തായാലും നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ നെക്കിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ നെക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 ഇഞ്ചസ് ആണ് ഒരു സൈഡിൽ വരുന്നത്. അപ്പം മടക്കാതെ ടോട്ടൽ നോക്കുമ്പം 3 ഇഞ്ചസ് ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ നോക്കുക. എനിക്ക് 1.5 ആയിരുന്നു വേണ്ടത്, ചിലവർക്ക് 1 മതിയായിരിക്കും, കുറച്ച് വീതി കുറവ് മതിയായിരിക്കും. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് നെക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനുശേഷം നെക്കിൻ്റെ പോർഷൻ നമ്മൾ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മളുടെ ഈ ഒരു ടോപ്പിൽ നമ്മൾ ഇങ്ങനെ മെഷർമെൻ്റ് എടുക്കുമ്പം ചുളിവുകളൊന്നും ഉണ്ടാവരുത് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ വീതി വരുന്നത് 10 ഇഞ്ചസ് ആട്ടോ. അത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ 10 ഇഞ്ചസ് ആണ് എനിക്ക് വരുന്നത്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 29 ഇഞ്ചസ് ആട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു വേസ്റ്റ് മെറ്റീരിയലായിരുന്നു. ഞാൻ പണ്ടെങ്ങാണ്ടോ ഇതിൻ്റെ ഒരു തയ്ച്ച് മിച്ചം വന്നപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ അളവ് നമ്മൾ എടുക്കുമ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ നെക്കിൻ്റെ അളവ് 6 ഇഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നൊരു 1/2 ഇഞ്ചസ് നമ്മളിത് ഇങ്ങനെ ഒന്ന് വരയ്ക്കണം. അതായത് നമുക്കൊരു പക്ക ഒരു വി പോലെ അല്ല ഇത് വരുന്നത്. നമ്മൾ വി പോലെ വരച്ചിട്ട് അതിൻ്റെ എൻഡ് പോർഷനിൽ ഒരു 1/2 ഇഞ്ചസ് നമ്മളിങ്ങനെ ഒരു ബോക്സ് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടണം. അതിനുശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത്, എനിക്ക് വരുന്നത് 3 ഇഞ്ചസ് ആണ്. ഞാൻ എപ്പോഴും കുറച്ചൊരു വീതി കൂട്ടിയായിട്ട് ഇടാറ്, എനിക്കതാണ് ഇഷ്ടം. കാരണം അപ്പോൾ തയ്യൽ തുമ്പും കൂടെ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും. പിന്നെ എനിക്ക് ആം ഹോൾ വരുന്നത് 6.5 ഇഞ്ചസ് ആണ്. ഈ ഒരു ആം ഹോളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല. ഞാൻ ഇപ്പോഴും കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത്. എൻ്റെതൊരു 14-15 ഇഞ്ചസിലാണ് ഞാൻ വേസ്റ്റിൻ്റെ നമ്മുടെ ഈ ഒരു സൈഡ് ഓപ്പൺ കുർത്തയ്ക്കൊക്കെ ആയിട്ട് ഞാൻ സാധാരണയായിട്ട് എടുക്കാറ്. അപ്പോൾ നമ്മളൊരു 14 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 8.5 ഇഞ്ചസ് വിഡ്ത്തിലാണ് വീതിയാണ് എനിക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരേണ്ടത്. അത് നമ്മളിങ്ങനെ മടക്കി ഇടുമ്പോഴുള്ള അളവാട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സൈഡ് ഓപ്പൺ ഉണ്ടല്ലോ, സൈഡ് ഓപ്പൺ ഞാൻ കൊടുക്കുന്നത് 19 ഇഞ്ചസ് ആണ്. അപ്പം അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു സൈഡ് ഓപ്പണൊക്കെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എൻ്റെ സൈഡ് ഓപ്പൺ വരുന്നതിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 9 ഇഞ്ചസ് ആട്ടോ. അപ്പം നിങ്ങളുടെ അവിടെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം അവിടെ നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വേസ്റ്റിൻ്റെ അളവ് വരുന്നത് ഞാൻ കൊടുത്തേക്കുന്നത് 8.5 ആണ്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ വിടണം. പിന്നെ ചിലവർക്കൊക്കെ കുറച്ച് ലൂസായിട്ടുള്ള ടോപ്പായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ടൈറ്റ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങളുടെ അളവൊക്കെ നിങ്ങൾ അതുപോലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ഒരു പേന കൊണ്ട് വരച്ച് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പാടുണ്ടായിരിക്കും. അത് ഞാനിത് കുറച്ച് കഴിയുമ്പം ഞാനതിൽ ഒരു ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആം ഹോൾ നമ്മൾ വരച്ച് കൊടുക്കുന്നതാണ്. ആദ്യം ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കും. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ആം ഹോൾ വരയ്ക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ഈ ഒരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് ആ ബോക്സിൻ്റെ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടുന്ന് ഉള്ളിലേക്ക് നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഒരു 1.5 ഇഞ്ചസും ഫ്രണ്ട് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ചസും അളവെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വി നെക്ക് വരച്ചു കൊടുക്കുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു കറക്റ്റ് വി പോലെയല്ല നമുക്ക് വരയ്ക്കേണ്ടത്. വി പോലെ വന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു ബോക്സ് പോലെ വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെതും ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും അറിയത്തില്ലായിരുന്നു കേട്ടോ, നിങ്ങൾക്കിത് നമ്മൾ വരയ്ക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാനൊരു ചോക്കിൽ അടയാളപ്പെടുത്തി ഇത് പിന്നീട് കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു പോർഷനും പിന്നെ സൈഡ് ഓപ്പണിൻ്റെ പോർഷനും നമ്മളെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. കാരണം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കുമല്ലോ. ഓൾറെഡി നമ്മൾ പേന വെച്ച് വരച്ചു കൊടുത്തേക്കുന്നതിൻ്റെ മുകളിൽ കൂടി ഞാനൊന്ന് ചോക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുവാണ്. കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആം ഹോളാണ് വരച്ചു കൊടുക്കുന്നത്. ആം ഹോൾ എനിക്ക് വേണ്ടത് 6.5 ഇഞ്ചസ് നീളത്തിലായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ നെക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാട്ടോ വരുന്നത്. കാരണം നമ്മളൊരു വി പോലെ വരച്ചു. പിന്നെ നമ്മുടെ വീയുടെ കൂർത്ത് ഇങ്ങനെ ഒരു വരത്തില്ല, അതുപോലെയല്ല വരേണ്ടത്. ഒരു എൻഡിൽ നമ്മളൊരു ചെറിയൊരു ബോക്സ് പോലെ ഇങ്ങനെ പോലെ വേണം വരാൻ വേണ്ടിയിട്ട്, ഒരു 1/2 ഇഞ്ചസിൽ. പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷനും പിന്നെ സൈഡ് ഓപ്പൺ വരുന്ന പോർഷനിലും നമ്മളിങ്ങനെ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഒരു മെഷർമെൻറ്റ് ഞാൻ എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന മെഷർമെൻ്റ് ഒക്കെ ഏകദേശം ഒരു മീഡിയം സൈസിനൊക്കെ വരുന്ന പോലത്തെ ഒരു മെഷർമെൻ്റ് ആട്ടോ പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂട്ടിയെടുക്കാം. ഇത് ഞാൻ കുറച്ചുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്കിൻ്റെ എടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സാധാരണയായിട്ട് നെക്കിന് എത്രയാണോ എടുക്കുന്നത് അതിന് 1 ഇഞ്ചസ് കൂടെ കൂടുതൽ എടുക്കണം. അതായത് 6 ഇഞ്ചസാണ് നമ്മൾ ഫ്രണ്ട് നെക്കിന് എടുക്കുന്നതെങ്കിൽ 7 ഇഞ്ചസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഷോൾഡർ കുറച്ച് വിരിഞ്ഞ പോലത്തെ ഷോൾഡർ ആയതുകൊണ്ട് ഞാൻ നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ചസ് താഴത്തോട്ടായിട്ട് അങ്ങനെ അധികം എല്ലാത്തിനും ഉൾപ്പെടുത്താറില്ല. ചിലതിന് മാത്രമേ ഞാനങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ്. നിങ്ങളുടേത് എങ്ങനത്തെ ഷോൾഡറാണോ അതനുസരിച്ച് നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു കൈക്കുഴി, അതായത് നമ്മുടെ ആം ഹോളിൻ്റെത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ കുറച്ച് ഉള്ളിലോട്ടായിട്ട് കട്ട് ചെയ്യുക. ബാക്കിലോട്ടാകുമ്പോൾ കുറച്ച് ഇറങ്ങി കട്ട് ചെയ്യുക. അതായത് ബാക്കിലോട്ടാകുമ്പോൾ നമ്മളൊരു 1.5 ഇഞ്ചസ് വേണം നമ്മൾ കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മളുടെ വേസ്റ്റിൻ്റെ പോർഷനും പിന്നെ സൈഡ് ഓപ്പണിൻ്റെ പോർഷനുമാണ് ഞാനിവിടെ ഈ ഒരു മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് മാക്സിമം പറ്റുന്ന അത്ര രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഡൗട്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് ഇട്ടിട്ടാണോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെത് കുറച്ചും കൂടി ഉള്ളിലോട്ടായിട്ട് കുഴിച്ച് വെട്ടും. അങ്ങനെയാണ് എല്ലാവരും സാധാരണയായിട്ട് ചെയ്യാറ്. അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. പിന്നെ നമ്മൾ ഇതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ലൈനിങ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടെ ചെയ്ത് എടുക്കുക. പിന്നെ നമ്മളിതിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷനും പിന്നെ നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ പോർഷനും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാക്ക് പോർഷൻ നമ്മളിവിടെ കട്ട് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഇല്ലേ, അതും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കാം. ബാക്ക് പോർഷൻ നമുക്കൊരു 1/2 ഇഞ്ചസ് ഒന്ന് റൗണ്ടിൽ വരച്ചു കൊടുത്താൽ മതി. അതൊരു 1/2 ഒക്കെ മതിയായിരിക്കും. കാരണം നമ്മൾ അതിനേക്കാളും കൂടുതൽ കുഴിച്ച് വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് ഭയങ്കര താഴ്ന്നിരിക്കും. അതൊരു ടോപ്പിനൊരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ബാക്ക് പോർഷൻ ഒരു 1/2 ഇഞ്ചസ് മാത്രം നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് അടയാളപ്പെടുത്തി വെട്ടിക്കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിയുമ്പം നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷൻ എടുത്ത് നമ്മൾ മാറ്റണം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷനിലാണ് നമ്മുടെ നെക്കൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അപ്പം തൽക്കാലം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഫ്രണ്ടിലോട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളിങ്ങനെ എടുത്ത് മടക്കി നേരത്തെ നമ്മൾ ഓൾറെഡി വെച്ചിരുന്നത് പോലെ തന്നെ മടക്കി വെക്കുക. അത് നമ്മുടെ അളവൊന്നും മാറരുത്. നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നെക്ക് കട്ട് ചെയ്യുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഒരു കറക്റ്റ് ഒരു വി പോലെ അല്ല വരുന്നത്. ഒരു 1/2 ഇഞ്ചസ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി അതിനുശേഷം മുകളിലോട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുക. അതായത് ആ ഒരു 1/2 ഇഞ്ചസ് അങ്ങനെ വേണം, എന്നാലേ നമ്മുടെ ഈ ഒരു നെക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ.
അതിനുശേഷം നമ്മളുടെ നെക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ഒരു പോർഷൻ ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. കാരണം നമ്മുടെ ആം ഹോള് കുറച്ചും കൂടി 1/2 ഇഞ്ചസ് അവിടെ ഞാൻ വരച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ, അത് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു കൈക്കുഴിയും കുറച്ച് കുഴിച്ചങ്ങോട്ട് വെട്ടണം. ഒരു 1/2 ഇഞ്ചസ് കുഴിച്ച് വെട്ടണം ഫ്രണ്ട് പോർഷൻ്റെ. അത് മറക്കരുത്. അത് ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പാട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ഷോൾഡർ ഉണ്ടല്ലോ, അത് രണ്ടും കൂട്ടി നമ്മൾ അടിച്ചു കൊടുക്കുക. കൂട്ടി നമ്മൾ അത് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 2 തവണയെങ്കിലും നമ്മൾ അടിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കുത്തൊക്കെ വിട്ടുപോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനൊക്കെ 2 തവണ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളിത് ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങളുടേത് താഴ്ന്ന ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 ഇഞ്ചസ് ഒരു 1/2 ഇഞ്ചസ് ഒന്ന് ചരിച്ച് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മളിത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം താഴ്ത്തി സ്റ്റിച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ഒരു 1/2 ഇഞ്ചസ് താഴ്ത്തി കട്ട് ചെയ്യുക. എനിക്ക് കൂടുതലും എൻ്റെത് ഇച്ചിരി വിരിഞ്ഞ ഷോൾഡർ ആയതുകൊണ്ട്, എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നൊരു ഷോൾഡർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലും അങ്ങനെ പൊതുവെ ഒരു വൃത്തികേട് വരാറില്ല. ഇപ്പോൾ നമ്മളുടെ ടോപ്പ് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു നമ്മൾ 1/2 ഇഞ്ചസ് വിട്ടിട്ടുണ്ടായിരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. അല്ലാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടി. ആ പോർഷൻ അങ്ങനെയോ ഇട്ടേക്കണം. അതിൻ്റെ തൊട്ട് ഇപ്പുറ വഴി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ കുഞ്ഞ് 1/2 ഇഞ്ചസിൽ നമ്മൾ തൊടുകയേ ചെയ്യേണ്ട. അല്ലാതെ നമ്മൾ റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക, അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പോർഷനിൽ തന്നെ വേണം ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ മോശം സൈഡിലിട്ട് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കുകയല്ലേ ചെയ്യാറ്. ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ നെക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാതെ എക്സ്ട്രാ നിൽക്കുന്ന ഇങ്ങനത്തെ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ, എക്സ്ട്രാ വരുന്ന ഈ ഒരു മെറ്റീരിയലില്ലേ, ഇതിങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടം തൊട്ടാട്ടോ എനിക്ക് അബദ്ധം സംഭവിച്ചത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഒരു പരീക്ഷണമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ തയ്ച്ചത് ഇച്ചിരി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് ഇത് ആ ഒരു സ്റ്റിച്ച് പതുക്കെ ഒന്നൊന്ന് മാറ്റിക്കൊണ്ടിരുന്നപ്പം അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മെറ്റീരിയൽ കീറിപ്പോയി. ഇത്രയും വീഡിയോ ചെയ്ത് എനിക്കാണെങ്കിൽ ആകെ അങ്ങ് സങ്കടമായിട്ട് വയ്യായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വേറൊരു മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തു. ഇതിനൊട്ടും ഇറക്കില്ലായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് പോർഷൻ, എനിക്ക് ഒരു കുഞ്ഞു തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നെക്ക് ഇതുവരെയും ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ നമ്മുടെ ടോപ്പ് കിട്ടും. എനിക്ക് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്തത്. ഇതിൻ്റെ ഇറക്കമൊക്കെ വളരെ കുറവാണ്. ഈ ഒരു നെക്കിൻ്റെ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.